ഒരിക്കലും നടക്കില്ല എന്ന അറിവുണ്ടെങ്കിലും നാം ഒത്തിരി ആസ്വദിച്ചു കാണുന്ന ഒരു സിനിമ ജേണറാണ് സയൻസ് ഫിക്ഷൻ മൂവീസ്. ഇന്നത്തെ കാലത്ത് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഓഡിയൻസിനും ഫിക്ഷൻ മൂവീസ് എന്താണെന്ന് അറിയാം. എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടെക്നോളജി ഒട്ടും പുരോഗമിക്കാത്ത കാലത്ത് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്ത ആദ്യകാല സയൻസ് ഫിക്ഷൻ സിനിമകളെക്കുറിച്ചാണ്. ഫിക്ഷൻ സിനിമകളുടെ തലതൊട്ടപ്പന്മാർ. സാധാരണ സിനിമകളെ അപേക്ഷിച്ച് ഒത്തിരി റിസ്ക് എടുത്താകും അന്നത്തെ കാലത്ത് സയൻസ് ഫിക്ഷൻ മൂവീസ് എടുത്തിരിക്കുക. അതിന് കാരണം ടെക്നോളജി പുരോഗമിക്കാത്ത കാലം മാത്രമല്ലായിരുന്നു അത്. മനുഷ്യരും പുരോഗമിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ചിന്തയ്ക്ക് അതീതമായിരുന്ന ഒന്നായിരുന്നു ഫിക്ഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയിരുന്ന ഒരു ജനതയെ തൃപ്തിപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഫിക്ഷൻ സിനിമയെടുക്കാൻ ഡയറക്ടേഴ്സ് ധൈര്യം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം പുതിയ ആശയങ്ങൾ അന്നത്തെ കാലത്ത് പരാജയമായിരുന്നിരിക്കാം. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ആദ്യമായി പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ മൂവിയാണ് 1902 ഇറങ്ങിയ എ ട്രിപ്പ് ടു ദ മൂൺ എന്ന ഹ്രസ്വചിത്രം. ജോർജ് മെലിയസ് സംവിധാനം ചെയ്ത സിനിമയുടെ ദൈർഘ്യം വെറും 8 മിനിറ്റ് മാത്രമാണ്. സിനിമയിൽ ഭാവനയിലെ ലോകം സൃഷ്ടിക്കാൻ ഒരുപാട് ക്യാമറ ട്രിക്സ് ഉപയോഗിച്ചിരിക്കുന്നു. 1969 യഥാർത്ഥത്തിൽ മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര നടത്തുന്നതിന് മുൻപ്, ഏകദേശം 67 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1902 ജോർജ് മെലിയസ് അത് തൻ്റെ സിനിമയിലൂടെ കാണിച്ചു. എത്ര ദീർഘവീക്ഷണമുള്ള സിനിമയാണല്ലേ. പിന്നീട് 1906 WR ബൂത്തിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മറ്റൊരു ഫിക്ഷൻ മൂവിയാണ് ദ മോട്ടോറിസ്റ്റ്. പറക്കാൻ കഴിവുള്ള കാർ. ഇതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. വെറും 3 മിനിറ്റ് മാത്രമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഇനി നമുക്ക് ഇന്ത്യൻ സിനിമയിലേക്ക് കടക്കാം. ആദ്യ സയൻസ് ഫിക്ഷൻ മൂവി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ സിനിമ 1957 പുറത്തിറങ്ങിയ നാനാഭായ് ഭട്ടിൻ്റെ മിസ്റ്റർ എക്സ് എന്ന ചിത്രമാണ്. എന്നാൽ ചിത്രത്തിൻ്റെ വീഡിയോ ഫുട്ടേജ് ലഭ്യമല്ല. ഒരു ലാബ് അസിസ്റ്റൻ്റ് അബദ്ധവശാൽ അദൃശ്യനാക്കപ്പെടുന്ന മരുന്ന് കുടിക്കുന്നു. എന്നാൽ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ ഉപകരിക്കുന്ന മറുമരുന്ന് ഒന്നുമില്ല. ഇതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. എന്നാൽ 1963 ഇറങ്ങിയ കലയരസി എന്ന തമിഴ് ചിത്രമാണ് ഇന്ത്യയിലെ ആദ്യ സയൻസ് ഫിക്ഷൻ സിനിമ എന്നും കാണുന്നുണ്ട്. ആ സിനിമയിലെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MGRും MN നമ്പ്യാരും അഭിനയിച്ച ഒരു കൾട്ട് ക്ലാസിക് എന്ന് തന്നെ ചിത്രത്തെ വിശേഷിപ്പിക്കാം. അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിക്കുന്നതാണ് ചിത്രത്തിൻ്റെ ആശയം. സിനിമ വാണിജ്യപരമായി പരാജയമായിരുന്നെങ്കിലും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് പേർ സിനിമയെ പ്രശംസിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ കഥയാണ് രസകരം. ശാസ്ത്രത്തിൽ വളരെ മുൻപന്തിയിലുള്ള അന്യഗ്രഹ ജീവികൾ കലാപരമായി വളരെ പിന്തങ്ങിയാണ് ഉള്ളത്. അതിനാൽ തങ്ങളുടെ ജനവിഭാഗങ്ങളെ സംഗീതവും നൃത്തവും പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു കലാകാരനെ കണ്ടെത്താനും അയാളെ തട്ടിക്കൊണ്ടുപോകാനുമാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ചിത്രത്തിൽ ഏലിയനായി വില്ലൻ കഥാപാത്രത്തിലെത്തിയത് MN നമ്പ്യാർ ആയിരുന്നു. മനുഷ്യരൂപത്തിലുള്ള ഏലിയൻ ആണെങ്കിലും പ്രത്യേകതരം വസ്ത്രധാരണവും നടത്തവുമായിരുന്നു. അന്ന് ഏലിയൻ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്.
അങ്ങനെ ഏലിയനായ MN നമ്പ്യാർ കലാപരമായ കഴിവുള്ള നായികയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതറിഞ്ഞ് MGR അന്യഗ്രഹത്തിൽ ചെന്ന് തൻ്റെ പ്രണയിനിയെ രക്ഷപ്പെടുത്തുന്നു. അന്യഗ്രഹത്തിലെത്തിയ MGR തന്നെ പോലുള്ള ക്ലോണിങ്ങിലൂടെ ഉണ്ടായ മറ്റൊരു MGRനെയും കണ്ടുമുട്ടുന്നു. ഭൂമിയിൽ നിന്നും എത്തിയ MGR ഗ്രാവിറ്റിയില്ലാതെ നടക്കാൻ കഷ്ടപ്പെടുന്നത് സ്ലോ മോഷനിലൂടെ വളരെ രസകരമായി തന്നെ കാണിച്ചിരിക്കുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള MGRന് പ്രത്യേകതരം ഷൂസും നൽകുന്നു. സിനിമയുടെ ഡയറക്ടർ കാസിലിംഗം സിനിമ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ലഭിച്ച അറിവ് ഉപയോഗിച്ചാണ് മുന്നിട്ടിറങ്ങിയത്. പുതിയൊരു ആശയവുമായി എത്തിയ MGR സിനിമയായിരുന്നാലും കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന തമിഴ് പ്രേക്ഷകർക്ക് സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് 1964 പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് മിസ്റ്റർ എക്സ് ഇൻ ബോംബെ. ഇൻവിസിബിലിറ്റി അടിസ്ഥാനമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത്. നായകൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നതോടെ നായികയുടെ അച്ഛൻ്റെ ലാബിൽ നിന്ന് വിഷമാണെന്ന് കരുതി അദൃശ്യമാകുന്ന മരുന്ന് നായകൻ കഴിക്കുന്നു. പിന്നീട് തൻ്റെ അദൃശ്യതയെ ആയുധമാക്കി നായകൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. നായകൻ്റെ സൂപ്പർ പവർ കാണിക്കുന്നത് വളരെ രസകരമാണ്. ഇനി നമുക്ക് നമ്മുടെ മലയാള സിനിമയിലെ ആദ്യ സയൻസ് ഫിക്ഷൻ സിനിമ ഏതാണെന്ന് നോക്കാം. 1967 പുറത്തിറങ്ങിയ കറുത്ത രാത്രികൾ. 1886 റോബർട്ട് ലൂയിസിൻ്റെ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന നോവലിൻ്റെ രൂപാന്തരമായിരുന്നു സിനിമ. മധു, KV ശാന്തി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് P. സുബ്രഹ്മണ്യമായിരുന്നു. ഡോക്ടറായി എത്തുന്ന മധു ഒരാളെ ഒരു ഭീകരജീവിയാക്കാൻ ശേഷിയുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നു. പിന്നീട് നോർമലാക്കാൻ മറുമരുന്നും കണ്ടെത്തുന്നു. പിന്നീട് ആ പവർ ഉപയോഗിച്ച് വില്ലന്മാരോട് പ്രതികാരം ചെയ്യുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. നായകനായ മധു അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരു ട്രാജിക് എൻഡിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് ഫിക്ഷൻ സിനിമകളുടെ തലതൊട്ടപ്പന്മാർ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.